ഹൽക്കിയായ അക്ഷരങ്ങൾ എന്നാൽ എന്ത്? തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങൾക്കാണ് ഹൽക്കിയായ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഹ. അഖ്സൽ ഹൽഖ് അഥവാ തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഹംസ, ഹ. വസ്തുൽ ഹൽഖ് അഥവാ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഐൻ, ഹ. അദ്നൽ ഹൽഖ് അഥവാ തൊണ്ടയുടെ മേൽഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഗൈൻ, ഹ. ഒരക്ഷരത്തിൻ്റെ മഖ്റജുകൾ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ സിഫത്തുകൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഹംസ എന്ന അക്ഷരത്തിന് 5 സിഫത്തുകളാണ് ഉള്ളത്. ജഹ്ർ, ഷിദ്ദത്ത്, ഇസ്തിഫാല്, ഇൻഫിതാഹ്, ഇസ്മാത്ത്. ഹംസയുടെ 1ാമത്തെ സിഫത്താണ് ജഹ്ർ അഥവാ വ്യക്തമാക്കുക. ഉച്ചാരണത്തിൽ ശ്വാസ തടസ്സം ഉണ്ടാവുക. ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറത്തേക്ക് പോകാൻ പാടില്ല. ആ ആ ആ. അതുപോലെ 2ാമത്തെ സിഫത്താണ് ഷിദ്ദത്ത്, ശബ്ദ തടസ്സം ഉണ്ടാവുക ഹംസ ഉച്ചരിക്കുമ്പോൾ. 3ാമത്തെ സിഫത്താണ് ഇസ്തിഫാല്, ഉച്ചാരണത്തിൽ നാവ് വായയുടെ അടിഭാഗത്തേക്ക് താഴ്ന്നിരിക്കുക. 4ാമത്തെ സിഫത്താണ് ഇൻഫിതാഹ്, നാവ് അണ്ണാക്കുമായി അകന്നിരിക്കുക. 5ാമത്തെ സിഫത്താണ് ഇസ്മാത്ത് അഥവാ ഉച്ചാരണത്തിൽ പ്രയാസമുണ്ടാവുക. ഹംസ പ്രാക്ടീസ് ചെയ്യാം. ആ, ഇ, ഉ, ഉൻ, ആ, ഈ, ഊ, അ, അ, അ. ഹംസ സുക്കൂനായി വരുമ്പോൾ അല്പം കേൾക്കുന്ന രൂപത്തിൽ ഉച്ചരിക്കേണ്ടതാണ്. അ. എഴുതി വെക്കുകയും പഠിക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.